ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ARP വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നെന്ന് പറയുന്നത് നമ്മളുടെ വല്യച്ഛനൊക്കെ ശബരിമലയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇന്ന് കഞ്ഞിയൊക്കെ ഉണ്ട്. വൈകുന്നേരം അവർ പോകുന്നത്. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ പിള്ളേർ ടീംസ് എല്ലാം കളിപ്പാട്ടമൊക്കെ വാരി പറക്കിയിട്ട് കളിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഈ ഒരു ആത്തിപ്പഴം ഉണ്ട് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് അവിടെയാണ് ഇങ്ങനെ കഞ്ഞിയൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ ഇവിടെ നിലവിളക്ക് കത്തിച്ച് ഒക്കെ വെച്ചിട്ടുണ്ട്. പപ്പ നെയ്ത്തേങ്ങയ്ക്ക് വേണ്ടിയുള്ള തേങ്ങയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെൻ്റെ അച്ഛൻ്റെ ചേട്ടനാണ്. നമ്മൾ പപ്പ എന്നാണ് വിളിക്കുന്നത്, വല്യമ്മേനെ കിയമ്മ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പണ്ട് മുതലേ അങ്ങനെയാണ് കേട്ടോ വിളിക്കുന്നത്. അങ്ങനെ ഇവിടെ അടുപ്പൊക്കെ കത്തിച്ച് നന്നായിട്ട് വെള്ളം തിളച്ച്, അപ്പോൾ കഞ്ഞി അയപ്പന്മാരും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവരെ കൊണ്ട് ആദ്യം അരി ഇടിപ്പിക്കാമെന്ന് കരുതി. ഇതാണ് കിയമ വന്നിട്ട്. കിയമയെ ആദ്യമായിട്ടാണ് കേട്ടോ ശബരിമലയ്ക്ക് പോകുന്നത്. അങ്ങനെ ശബരിമലയ്ക്ക് പോകാൻ എല്ലാവരും അരി അടുപ്പത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ അയ്യപ്പ കഞ്ഞി വന്നിട്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അയ്യപ്പ കഞ്ഞിക്ക്, കുടിച്ചവർക്ക് അറിയായിരിക്കും. അങ്ങനെ എല്ലാവരും അരിയൊക്കെ ഇട്ടു. ഇതെന്ന് പറയുന്നത് അയ്യപ്പക്കഞ്ഞിയുടെ കറിക്ക് വേണ്ടിയുള്ള മലക്കറിയാണ് കേട്ടോ കിയമ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അയ്യപ്പക്കഞ്ഞിക്ക് റെഡിയായി നേദിക്കുന്നതാണ് കേട്ടോ ഇത്. അൻവി അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് നമ്മൾ ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ട് വീടെത്തിയപ്പോൾ. അപ്പോൾ അമ്മ നമുക്ക് ചായയൊക്കെ ഇട്ട് കുമ്പിളപ്പം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും കൂടെ കെട്ടിന് പോയിട്ടുണ്ടായിരുന്നു. ഞാനും ചേച്ചിയും കൊച്ചും പോയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഒന്നും ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസത്തെ നിങ്ങളെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് നെക്സ്റ്റ് ഡേയിലത്തെ ഉച്ചയ്ക്കത്തുള്ള കലാപരിപാടിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ നാത്തൂൻ അന്ന് നാത്തൂൻ്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അന്ന് വീട്ടിൽ വച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റാണ് ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. ഇതിൻ്റെ റെസിപ്പി വീഡിയോ എൻ്റെ ചാനൽ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ഞാനിവിടെ ഐക്കാർഡിൽ കൊടുത്തേക്കാതെ. അതുപോലെ നിങ്ങൾ ആ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടോ എന്നും കൂടെ കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മളുടെ ഉച്ചയ്ക്കത്തെ ലഞ്ച് കുശാലായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു, പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റായിരുന്നു ചേച്ചി ഉണ്ടാക്കി ബിരിയാണി ചിക്കൻ കറി വന്നിട്ട്. പിന്നെ നമ്മൾ പതിവ് പോലെ എല്ലാവരും വട്ടത്തിന് താഴെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. ടാറ്റാ ഉമ്മ. പിന്നെ ഏകദേശം ഇപ്പോൾ ഒരു 4:30-5 മണി അടുപ്പിച്ചായി. ചേച്ചിയും കൊച്ചും കൂടെ പോകാൻ ഇറങ്ങിയാണ്. കാരണം അൻപിക്കുട്ടി ഇപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പം മൺഡേ ടു ഫ്രൈഡേ വരെ അവർക്ക് ക്ലാസ് ഉണ്ട്. സാറ്റർഡേ സൺഡേ ഓഫാണ്. അപ്പോൾ സാറ്റർഡേ വന്നിട്ട് അവർ സൺഡേ പോകും. പിന്നെ ഞാൻ വ്ളോഗോ കാര്യങ്ങളോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം അവർ പോകുമ്പോൾ ഒരു വിഷമമാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സാറ്റർഡേ പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, എൻ്റെ ഒരു കുട്ടി വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുമ്പോൾ എൻ്റെ കുട്ടി ചാനൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.